നമസ്കാരം. ഇന്നലത്തെ ഒരു വലിയ വാർത്തയായിരുന്നു. 3 സ്ത്രീകൾ അവരുടെ പശുവിനെ തേടി കാട്ടിലേക്ക് പോയതും വഴിതെറ്റിപ്പോയതും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളാണ്. സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ. നമ്മളെല്ലാം ആ വാർത്ത കേട്ട് ഇതിലൂടെ ഇറക്കിക്കളഞ്ഞു. പക്ഷെ ഞാൻ അതിനകത്തെ ചില സാമൂഹ്യ നീതികൾ, സാമൂഹ്യ നന്മകൾ, തിരിച്ചറിവുകൾ, അറിവുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാണ് ഈ വീഡിയോ വിനിയോഗിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. അവരുടെ പശുവിനെ അവരഴിച്ചു വിട്ടു. സാധാരണ എങ്ങനെയാണ്, കാടിനോടൊക്കെ ചേർന്നുള്ള ഭാഗങ്ങൾ, അതായത് തുറസായ സ്ഥലങ്ങളുള്ളിടത്തൊക്കെ പശുവിനെ അഴിച്ചു വിട്ട് തീറ്റുകയാണ് ചെയ്യുന്നത്. പശുവിനെ അഴിച്ചു വിട്ട് തീറ്റുമ്പം ഈ പശുവിൻ്റെ ഉടമകൾ അറിയാതെ പോയൊരു കാര്യം, മൃഗങ്ങൾ എവിടെ നിന്ന് പോയാലും എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞാലും അവരുടെ വയറ് നിറഞ്ഞു കഴിയുമ്പം തിരികെ അതേ സ്ഥലത്ത് വരും എന്നുള്ള ഒരു സാമാന്യ പരിജ്ഞാനം ആ സ്ത്രീകൾക്കില്ലാതെ പോയി. അതൊരു വലിയ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് വന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരം മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നവർ ഇതും തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒന്ന്. രണ്ടാമത്, ഈ പശുവിനെ ഇവർ തേടി പോകുന്ന സമയത്ത് ഇവർ കാട്ടിൽ പോയി വഴി തെറ്റുകയാണ് ചെയ്തത്. ഈ കാട്ടിൽ പോയാൽ വഴി തെറ്റുമോ എന്ന് നമ്മൾ അറിയണം. തീർച്ചയായും വഴി തെറ്റും. കാട്ടിൽ മാത്രമല്ല, കടലിൽ പോയി പരിചയമില്ലാത്തവർ കടലിൽ പോയാലും വഴി തെറ്റും, ദിശ തെറ്റിപ്പോവും. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ വഴി തെറ്റും, നമ്മളുടെ ഓരോ മൂവ്മെൻറ്റ്സ്, ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെ ആയിരിക്കണം, നമ്മൾ ഇടം തിരിയുന്നതും വലം തിരിയുന്നതും ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. ദിശകൾ നമ്മൾ കൃത്യമായിട്ട് അറിയണം. സാധാരണ കാട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും പരിചിതമാണെങ്കിലും അല്ലെങ്കിലും, നമ്മൾ കരുതുന്നത് നമ്മളുടെ കാടുകളെ പറ്റി നമ്മൾ നല്ല പരിചിതരാണെന്ന്. അല്ല. ഞാൻ ആർമിയിൽ സർവീസ് ചെയ്യുന്ന സമയത്ത്, പ്രധാനമായിട്ടും വനമേഖലയിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത്, അന്ന് എൻ്റെ ഒരു പ്രധാന ഹോബിയായിരുന്നു ഈ കാട് കാണാൻ പോകുക. അവധി ദിവസങ്ങളിൽ ഞാൻ കാട്ടിൽ പോകും. ഞാനതിന് പ്രത്യേകം പെർമിഷനൊക്കെ എടുത്തിട്ടാണ് പോകാറ്. ഒറ്റയ്ക്കാണ് പോകുന്നത്. അന്ന് ആയുധങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാര്യം അന്നത്തെ എൻ്റെ പ്രായം അതായിരുന്നു. ഇന്ന് പോവുകയാണെങ്കിൽ കാട്ടിൽ പോയാൽ ആയുധങ്ങൾ കയ്യിൽ കരുതണം. ഏറ്റവും കുറഞ്ഞത് നല്ല മൂർച്ചയുള്ള ഒരു വെട്ടുകത്തിയെങ്കിലും, ഇനി അതുമില്ലെങ്കിൽ നല്ല ഒരു കഷ്ണം കമ്പെങ്കിലും കയ്യിൽ കരുതിയെങ്കിൽ മാത്രമേ, അങ്ങനെയൊക്കെയുള്ള കരുതലുണ്ടെങ്കിൽ മാത്രമേ കാട്ടിൽ പോകാവൂ. അപ്പം ഞാനന്ന് ഈ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഓഫീസേഴ്സൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, താൻ എങ്ങനെയാണ് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കയറി പോകുന്നതെന്ന്. അതൊരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. അനുഭവിച്ചവർക്കേ അത് അറിയാൻ കഴിയുള്ളൂ. ഈ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മകൻ, അവനൊരു ട്രാവൽ വീഡിയോസ് ചെയ്യുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവന് രാജാത്തോട്ടം എന്ന് പറയുന്ന സ്ഥലം, എൻ്റെ തമിഴ്നാട്ടിലുള്ള വീടിൻ്റെ അടുത്താണ് രാജാത്തോട്ടം. അപ്പോൾ രാജാത്തോട്ടം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. ആ പോകുമ്പോൾ ഞങ്ങൾ യാത്രയിലുടനീളം തുടക്കം മുതൽ തന്നെ, അതായത് എവിടുന്ന് നമുക്ക് ദിശ തെറ്റും എന്നുള്ള ഒരു സംശയമുണ്ടാകുന്നു, അവിടെ മുതൽ കമ്പുകൾ ഒടിച്ചിട്ട് ഷൂ ഒന്ന് അഴിച്ചു നോക്കി, കാലിലെ കുളയട്ടയുടെ എണ്ണ പറയാനായിട്ട് കേട്ടോ. ഷൂ അഴിച്ചതേ ഉള്ളൂ, അങ്ങനെ കണ്ണ് തള്ളിപ്പോയി. അത്രമാത്രം കുളയട്ട കാലിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ രാജാത്തോട്ടത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. വഴി തെറ്റിയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഞാൻ അതിനകത്ത് സംസാരിച്ചിരുന്നില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് ഇത് കേട്ടോ. അങ്ങനെ വഴി തെറ്റി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴേ ഞങ്ങൾ കാണുന്നത് ഒരു തോട്ടിലൂടെ, അതായത് ഒരു റോഡിലൂടെ തോട് ഒഴുകി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ തോട്ടിലൊക്കെ ആളുകൾ കുളിക്കാനും ഒക്കെ വരാറുണ്ട്. എന്തായാലും ഞങ്ങൾ ആ തോടൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ കാണുന്നത് ഒരു പോസ്റ്റ് തകർന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പോസ്റ്റ് തകർന്ന് കിടക്കുന്ന കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. അതിന്റെ കമ്പികളിലൂടെ വൈദ്യുതി ഓടുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ ആ വൈദ്യുതിയിലൊക്കെ കയറി ചവിട്ടിയെന്നും വരാം. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ നിഗമനം വെച്ച് വൈദ്യുതി ഒന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് വഴി തീരുന്നത് കേട്ടോ. ഇവിടെ വരെ ഒരു 2 വീലറിന് വേണമെങ്കിൽ വരാം. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെറിയൊരു ഇടവഴിയാണ്. ആ ഇടവഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വലത്തോട്ട് ഒരു വഴി കണ്ടു. ഞങ്ങൾ ആ വലത്തോട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് നടന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒരു ജംഗ്ഷൻ കണ്ടു. ആ ജംഗ്ഷനിൽ അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അത് കണ്ണമ്പള്ളി മേടിനായിരിക്കുമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു. മുന്നോട്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ ഗൈസ്. അതായത് ഇതൊക്കെ മനുഷ്യർ ഉപയോഗിക്കുന്ന വഴി തന്നെയാണോ എന്ന്. കാരണം ഈ വഴിയിലെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തായാലും തിരിച്ചിറങ്ങുന്ന വഴി തെറ്റായിരിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ ചില്ലുകളെല്ലാം ഓടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു നല്ല ടെക്നിക്കാണ് കേട്ടോ. പോകുന്ന വഴിയിൽ കുറച്ച് ചെറിയ ചെറിയ കമ്പുകൾ ഓടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റാതെ തിരിച്ച് വീട്ടിൽ പോകാം. മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങൾ വലിയൊരു പാറ കണ്ടു കേട്ടോ. ആ പാറയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം തിരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ വഴി തെറ്റാതിരിക്കാൻ അതൊരു വലിയ സഹായമായിരിക്കും. മാത്രമല്ല ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്ന് എടുത്തു നോക്കി. ഗൂഗിൾ മാപ്പ് പറയുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണെന്നാണ്. എന്തായാലും ഗൂഗിൾ മാപ്പ് മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. രാജാത്തോട്ടം വ്യൂ പോയിന്റ് ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നും വലിയ ദൂരെയല്ല എന്നുള്ളത്. രാജാത്തോട്ടം വ്യൂ പോയിന്റ് അടുക്കുകയാണല്ലോ എന്ന സന്തോഷത്തിൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടു. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതുവഴി ആനയും മറ്റു വന്യജീവികളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ടൊക്കെ നോക്കി വേണം നടക്കാനായിട്ട്. പുലി വല്ല മരത്തിന്റെ മണ്ടയ്ക്ക് നിൽപ്പുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ കുളയാട്ടയുടെ ശല്യം ഭയങ്കര വലുതാണ് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം കുളയാട്ടയാണ്. ഏതുവഴിയൊക്കെയാണ് നമ്മുടെ കാലേ വന്ന് കയറുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഞാനാണെങ്കിൽ സോക്സ് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അച്ഛൻ സോക്സ് ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടാണ് അച്ഛൻ അനുഭവിച്ചില്ല. പക്ഷേ എൻ്റെ കാലിൽ മൊത്തം കുളയട്ടയുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ ഒരിടത്ത് എത്തിയപ്പോൾ വഴി മൊത്തം പുല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വഴി എങ്ങോട്ടാണെന്ന് പോലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിപ്പോവും. എന്തായാലും ആ പുല്ല് മാറ്റി മാറ്റി ഞങ്ങൾ മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടന്നപ്പോഴാണ് ഞങ്ങൾ മറ്റൊരു കാര്യം കാണുന്നത്. ഇവിടെയും കിടക്കുന്നു ആനപ്പിണ്ടം. എന്തായാലും അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു, ഇവിടെ ആനകളുടെ ഒരു തേരോട്ടം തന്നെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ കാണുന്നത് ഒരു തോടാണ് കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളം. മനുഷ്യന്മാർ ഇവിടെ അധികമൊന്നും വരാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് പോലും ഈ വെള്ളത്തിനകത്ത് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ശുദ്ധമായ വെള്ളം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അച്ഛൻ ആ വെള്ളത്തിൽ നിന്ന് കുറച്ചൊക്കെ കോരി കുടിച്ചു. നല്ല വെള്ളമാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല അങ്ങ് താഴെയായിട്ടൊക്കെ നല്ല വെള്ളച്ചാട്ടത്തിന് ശബ്ദം കേൾക്കാം. അവിടെയൊക്കെ മലയിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല നീരുറവകളുണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലിലൊക്കെ കുളയാട്ടയുടെ നല്ല കുത്തുണ്ടായിരിക്കുമെന്ന് മനസ്സിലായ ഞാൻ എന്ത് ചെയ്തു, ഷൂ ഊരിയിട്ട് നോക്കി. അയ്യോ എൻ്റെ പൊന്നോ, നോക്കാൻ പറ്റൂല, അതുപോലെ കുളയാട്ടയാണ് കേട്ടോ. ഈ വഴിയിലൊക്കെ ഒത്തിരി നേരം നിൽക്കുന്ന അത്ര സേഫ് അല്ല കേട്ടോ. എത്ര നേരം നിൽക്കുന്നോ അത്ര നേരം കൊണ്ട് തന്നെ കൂടുതൽ കുളയാട്ട കാലിൽ വന്ന് പറ്റി പിടിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കുന്നതിൻ്റെ വേഗത കുറച്ചും കൂടി കൂട്ടി. പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചു തിരിച്ച് നടന്നാലോ എന്ന്. പക്ഷെ തിരിച്ച് നടക്കുന്നതിൽ മണ്ടത്തരമാണെന്ന് തോന്നി. കാരണം ഇത്രയും ദൂരം വന്ന് കുളയട്ടയുടെ കടിയും കൊണ്ടിട്ട് വെറുതെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ യാതൊരു ഗുണം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്തോ ചെയ്തു, ഞങ്ങൾ നടക്കുന്നതിന്റെ വേഗത കുറച്ചുകൂടി കൂട്ടി. വേഗത കൂട്ടി നടന്ന് അവസാനം ഒരു കുന്നിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ധാരണ വെച്ചിട്ട് ഇതാണ് രാജാത്തോട്ടം വ്യൂ പോയിന്റ്. ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് ഇവിടെ ആളുകളൊന്നും അധികം വരാറില്ലേ? ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കാണല്ലോ, വഴികൾ പോലും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഈ കുന്നിന്റെ മുകളിൽ കയറാം. കുന്നിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ തമിഴ്നാട് നന്നായിട്ട് കാണാമെന്നും ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ കുന്നിന്റെ മുകളിലേക്ക് നടക്കുകയാണ്. ഞാൻ ഭയങ്കരമായ ആവേശത്തിൽ മുന്നിൽ തന്നെ നടന്ന് കുന്നിന്റെ മുകളിലോട്ട് ചാടി കയറുകയാണ് കേട്ടോ. ചാടി കയറുന്ന സമയത്ത് ഞാൻ ഒരു കുന്ന് കാണുന്നത്. ഇത് കുന്ന് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ആ കുന്നിലേക്കൊക്കെ പോകാൻ വഴി ഉണ്ടായിരുന്നു എത്ര നല്ലതായിരിക്കും. എന്തൊരു ഭംഗിയാണത് കാണാൻ. അവിടെ മഞ്ഞൊക്കെ മൂടി നല്ല രസമാണ് കേട്ടോ. നമുക്കത് അന്നേരം അറിയത്തില്ല അതാ രാജാത്തോട്ടം വ്യൂ പോയിന്റ് എന്നുള്ളത്. ഞാനപ്പോൾ അത് ഞങ്ങളുടെ അച്ഛനോട് പറയുകയും ചെയ്തു, അങ്ങോട്ട് പോകാൻ വഴി ഉണ്ടായിരുന്നു, നമുക്കൊന്ന് പോയി നോക്കായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വഴി കാണത്തില്ല, അങ്ങോട്ട് ആൾക്കാരൊന്നും പോകത്തില്ലായിരിക്കും, കണ്ടില്ല എന്തൊരു ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ പതുക്കെ പതുക്കെ കുന്നിന്റെ മുകളിലേക്ക് നടന്നു കയറുകയാണ്. നടന്നു കയറുന്ന സമയത്ത് ഒരു വലിയ പാറ കണ്ടു കേട്ടോ. ആ പാറയുടെ മുകളിലോട്ട് ഞങ്ങൾ കയറി നിന്നു. എന്നിട്ട് ഷൂ ഒന്ന് അഴിച്ചു നോക്കി, കാലിലെ കുളയട്ടയുടെ എണ്ണ അറിയാനായിട്ട് കേട്ടോ. ഷൂ അഴിച്ചതേ ഉള്ളൂ, ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. അത്രമാത്രം കുളയട്ട കാലിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുളയട്ട പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കളയാൻ പറ്റും? എനിക്കറിയാവുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഒന്നാമത്തേത് ഉപ്പുമാർഗ്ഗമാണ്. അതായത് കുളയട്ട പറ്റിപ്പിടിച്ചിരുന്ന ഭാഗത്തോട്ട് കുറച്ച് ഉപ്പിടുക. അപ്പൊ ആശാന് പിടിവിട്ട് ഇളകി അങ്ങ് പൊക്കോളും. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ലൈറ്റർ മാർഗ്ഗമാണ്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ ഇതിന്റെ ദേഹത്തോട്ട് കുറച്ച് ചൂട് കൊടുക്കുക. അപ്പൊ ആശാന് പിടിവിട്ട് ഇളകി പൊക്കോളും. പിന്നെ ഉള്ളത് കൈമാർഗ്ഗമാണ്. ഈ കുളയാട്ടയുടെ ദേഹത്തോട്ട് ചെറുതായിട്ട് ഞെക്കാവുകയുണ്ടല്ലോ, ആശാൻ പിടിവിടുമ്പോൾ എടുത്ത് കളഞ്ഞോണം കേട്ടോ, അല്ലെ കയ്യിലായിരിക്കും പിടിച്ചു പറ്റിയിരിക്കുന്നത്. പിന്നെയുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മാർഗ്ഗമാണ്. അതായത് ആശാന് രക്തം കുടിച്ച് വയറ് നിറയുമ്പോൾ സ്വയം അങ്ങ് ഇറങ്ങിപ്പോക്കോളൂ. കുളയട്ടെ കളഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ നടന്ന് കുന്നിന്റെ മുകളിലെത്തി കേട്ടോ. കുന്നിന്റെ മുകളിലെത്തിയപ്പോഴാണ് ശരിക്കും കാണാനുള്ള കാഴ്ച തന്നെ നമ്മളെ കാത്തിരിക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെയുള്ള കുന്നുകളൊക്കെ 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും. നേരത്തെ കണ്ട രാജാത്തോട്ടം വ്യൂ പോയിന്റിന്റെ കുന്ന് കാണാൻ പറ്റും. താഴെയുള്ള കണ്ണമ്പള്ളിമേട് അല്ലെങ്കിൽ കണ്ണുപുലിമേട് കാണാൻ പറ്റും. കണ്ണുപുലിമേടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമുണ്ട്, ആ ഡാം കാണാൻ പറ്റും. പിന്നെ പുളിയറയുടെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ കൃഷിത്തോട്ടങ്ങൾ, പിന്നെ ചെങ്കോട്ടയുടെ കുറേ ഭാഗങ്ങൾ, അങ്ങനെ കുറേ കാഴ്ചകളാണ് നമ്മുടെ ആ കുന്നിൻ്റെ മുകളിൽ കാത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, രാജാത്തോട്ടം വ്യൂ പോയിന്റ് കാണാൻ വരുന്നവർ നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുന്നിലേക്ക് കൂടി ഒന്ന് വന്നു നോക്കുക. അത്രമാത്രം പൊളി സ്ഥലമാണ് കേട്ടോ. കുറച്ചു നേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്
കണ്ണൂലിമേടിന് പോകുന്ന വഴിയിലൂടെയാണ് കേട്ടോ. ഈ വഴി വളരെ പഴക്കമുള്ള വഴിയാണ്. ഇത് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വഴിയാണ്. ഇന്നും ഈ വഴി ഉപയോഗിക്കാറുണ്ടെന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. മാത്രമല്ല കുറച്ചിട വരെയാണ് നല്ല വനം വരുന്നത്. പിന്നെ അങ്ങോട്ട് കൃഷിയിടം വരുമെന്നാണ് ഇതുവഴിയൊക്കെ പോകാറുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം കണ്ടു. നേരത്തെ ഞങ്ങളിത് ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. ഇവിടെ ഒരു മരത്തിൽ ഒരു ചാക്ക് തൂക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? വേസ്റ്റ് ഇടാനാണ്. എങ്കിലും ആളുകളൊന്നും അതിനകത്ത് വേസ്റ്റ് ഇടത്തില്ല. വലിച്ചു വാരി ഇവിടെയൊക്കെ അങ്ങ് നിരത്തി ഇട്ടേക്കാണ് കേട്ടോ. രാജാത്തോട്ടത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ യാത്രാ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആണ് പോകുന്നത്. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കമ്പ് ഒടിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് തിരിച്ചിറങ്ങേണ്ടി വരുന്നത്, അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഈ ഒടിച്ചിട്ട കമ്പുകൾ അതൊരു 5 മീറ്റർ 10 മീറ്റർ അകലത്തിലൊക്കെ നമുക്ക് ഒടിച്ചിടാം. അങ്ങനെ നമ്മൾ നടക്കുന്ന പാതയിലൂടെ ഈ കമ്പൊടിച്ചിട്ട് പോയാൽ നമ്മൾക്ക് തിരിച്ചറിയാം. സാധാരണ പഴയ കാട്ടിൽ ജീവിക്കുന്ന വനവാസികൾ ഒക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെട്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ആയുധമുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചുള്ളിക്കമ്പുകൾ വെട്ടിയിട്ടിട്ട് പോവാം. വെട്ടിയിട്ട് പോകുന്നത് നല്ലൊരു സിഗ്നലാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഒടിച്ചിട്ടിട്ട് പോകുന്നത്. അന്ന് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത കാടാണ്. പോകുമ്പം ഞാൻ ഈ കമ്പൊടിച്ചിടുമ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നിനക്കത് മനസ്സിലാകുന്നു. പക്ഷെ എന്നെക്കാട്ടിൽ നല്ല ദിശാബോധമുള്ള വ്യക്തിയാണ് മകന്. അതുകൊണ്ട് അവൻ അങ്ങനെ വഴി തെറ്റില്ല. എന്നാലും അതിസാമർത്ഥ്യം പാടില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്തു പോയത്. തിരിച്ചിറങ്ങിയപ്പോൾ അവനത് ബോധ്യപ്പെട്ടു എന്തിനാണ് ചെയ്യുന്നത്. അങ്ങനെ കാട്ടിൽ കയറി പോവുകയാണെങ്കിൽ കൃത്യമായി പരിചയമുള്ള കാടാണെങ്കിൽ പോലും ഇത്തരം ചെറിയ വിദ്യകൾ ചെയ്ത് വേണം പോകാൻ. അപ്പൊ ഈ സ്ത്രീകൾ പോയ കാര്യം പറയുന്നു. സ്ത്രീകൾ പോയപ്പോൾ അവിടെ ആനയെ കണ്ടപ്പോൾ അവർ ദിശ തെറ്റിപ്പോയി എന്നൊക്കെ. അത് പോട്ടെ, അവരുടെ അജ്ഞത കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ അവരുടെ അജ്ഞതയ്ക്ക് പിന്നിൽ ഒരുപാട് ഫയർഫോഴ്സ്, പോലീസ്, വനം വകുപ്പ്, പിന്നെ സാധാരണ ജനങ്ങൾ, നാട്ടുകാർ, ഇവർക്കെല്ലാം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ സ്ത്രീകൾക്കും ദുരിതം അനുഭവിക്കേണ്ടി വന്നു. കാട്ടിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും കരടി, പുലി, ആന ഇങ്ങനെയൊക്കെയുള്ള ജീവികളുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. ഒപ്പം തന്നെ ഈ പാമ്പ് പ്രശ്നങ്ങളൊക്കെ മിക്ക കാടുകളിലും നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പം ഈ സ്ത്രീകൾ ആനയെ കണ്ട് ഭയന്നു പോയി എന്ന് പറയുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം പറയാം. എനിക്കിവിടെ ഒരു ആട് ഫാം ഉണ്ട്. ഈ ആട് ഫാമിൽ പലപ്പോഴും ആടിനെ തീറ്റാൻ പോകുന്നത് ഞാനാണ്. മിക്ക സമയങ്ങളിൽ വേറെ ആളുണ്ട്, എന്നാലും ഞാനും പോകും. അപ്പം ഞാൻ പോകുമ്പോൾ എൻ്റെ ജോലിക്കാരാണെങ്കിൽ അവർക്ക് കാട്ടിലൊക്കെ പോകാൻ പേടിയാണ്. കാടിൻ്റെ പരിസരങ്ങളിൽ പോകാൻ പോലും പേടിയാണ്. പക്ഷെ എനിക്ക് അത്തരം ഭയമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ബിന്ദാസായിട്ട് ഇതുങ്ങളെ തീറ്റി പോകുമ്പം ഈ കാട്, ഇവിടത്തെ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുലി, നമ്മുടെ കരടിക്കാടെന്നാണ് ആ പ്രദേശത്തിന് പറയുന്നത് തന്നെ. കരടി എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണ് കരടി. ഞാൻ വളരെ നേർക്ക് കണ്ടിട്ടുണ്ട്, ഒരു 5 മീറ്റർ അകലത്തിൽ വരെ. പിന്നെ ആനയൊക്കെ അവിടെ അവരുടെ വാസസ്ഥലമാണ്. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അങ്ങനെ അത്തരം മേഖലകളിൽ ആണ് ഞാൻ ഈ ആടിനെ തീറ്റാൻ പോകുന്നത്. എനിക്കങ്ങനെ ഒരു ഭയമില്ലാത്തത് കൊണ്ടാണ്. തന്നെയല്ല, ഇത്തരം ചില തിരിച്ചറിവുകൾ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അതിന് തയ്യാറാകുന്നത്. എൻ്റെ ജോലിക്കാർക്ക് അതിനുള്ള ഇതില്ല. അവർക്ക് ഭയമാണ് പോകാൻ കാട്ടിൽ. അവരിവിടെ ജനിച്ചു വളർന്നവരൊക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ചില തിരിച്ചറിവുകൾ വേണം. കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഇതെൻ്റെ നിങ്ങൾ കണ്ട ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകളല്ല, വലിയ കമ്പുകൾ, അതിലൊക്കെയാണ് ഈ പുലി കയറി റെസ്റ്റ് എടുക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വഴി നോക്കി പോകും, പക്ഷേ ഇവൻ ചാടി കറക്റ്റ് കഴുത്തിനായിരിക്കും പിടിക്കുന്നത്. അതുപോലെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ. മൃഗങ്ങൾ എപ്പോഴും മറ്റുള്ളവയെ ആക്രമിക്കുന്ന സമയത്ത് കഴുത്തിനാണ് പിടിക്കുന്നത്. അതാണ് അവരുടെ ടെക്നോളജി. കാര്യം കഴുത്തിന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിയാക്ട് ചെയ്യാൻ നേരം കാണത്തില്ല. ഒപ്പം തന്നെ നമ്മൾ അറിയണ്ട, ഞാൻ പറഞ്ഞു ഇതിനകത്ത് പശു കയറിപ്പോയിട്ട് അവർ സ്വയമേ വരുമെന്ന്. എൻ്റെ അടുത്ത് 2 ചെമ്മരിയുടെ മുട്ടനുണ്ട്. തെമ്മാടികളാ. ഏകദേശം പിന്നെ നല്ല വളർച്ചയുള്ള, നല്ല ഉശിരുള്ള, നല്ല പിന്നെ തെമ്മാടിക്കുട്ടന്മാരെന്നാണ് ഞാൻ വിളിക്കുന്നത് തന്നെ. അതിലൊരാൾ എന്നോട് ഭയങ്കര ലോഹ്യമാണ്. ഞാൻ കൂട്ടിൽ ചെന്ന് കയറുകയാണെങ്കിൽ എനിക്ക് ഉമ്മയൊക്കെ തരും. ഞാനും ഉമ്മയൊക്കെ കൊടുക്കും.
പക്ഷെങ്കിൽ വേറൊരുത്തനുണ്ട്, അവൻ ചില്ലിയാണ്, അടുക്കത്തില്ല. ഇവന്മാരുടെ ഒരു പരിപാടി, ഇവന്മാര് കൂട്ടം തെറ്റിയേ പോവുള്ളൂ. ഇവർക്ക് ആട്ടും കൂട്ടത്തിന്റെ കൂടെ നടന്ന് തിന്നാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അടിയും പിടിയൊക്കെ കൊടുത്ത് നമ്മൾ ഗുണ്ടായുസമൊക്കെ കാണിക്കാമെങ്കിൽ അവർ കുറേയൊക്കെ നിൽക്കും. പക്ഷെ ഇവന്മാർ തന്നെത്താൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ നമുക്കിട്ട് പണി തരും. വരുന്നത് ആ ഇരുട്ടി തുടങ്ങുന്ന സമയം വരെ നമ്മളെ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തു നിർത്തും. ഇവനിപ്പോൾ വരുമോ ഇപ്പോൾ വരുമോ എന്ന്. ആ സന്ധ്യ മയങ്ങുന്ന സമയത്ത്, അതായത് നമുക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന സമയത്ത് ഇവന്മാരുടെ കുണുങ്ങിയുള്ള ആ ഒരു വരവൊക്കെ ഇങ്ങനെ തലയിട്ട് കുലുക്കി ഒരു വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ അടിക്കാൻ തോന്നത്തില്ല. അടിച്ചിട്ട് കാര്യമില്ലത് വേറൊരു സത്യം. ഈ മൃഗങ്ങളെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മുടെ അടുത്ത് അടുക്കത്തില്ല. അത് അതിൻ്റെ വേറൊരു ഇതാണ്. ഞാൻ എൻ്റെ ആട് ഫാമിനെ പറ്റിയിട്ട് ഇതുവരെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറയേണ്ട ഒരു സാഹചര്യം ഇതായിപ്പോയി. അപ്പം ഞാൻ പറയുന്നത്, ഈ കാട്ടിലൊക്കെ പോകുന്ന യാത്രകൾ സാമർഥ്യവും അതിസാമർഥ്യവും ഒക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു തന്നെ ആകണം. അപ്പം ശരി, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഞാനത് നോക്കാറ് പോലുമില്ല. ഒന്നാമത് സമയമില്ല. പറഞ്ഞു വരുമ്പോൾ വേറെ ഒരു 5 കുട്ടന്മാരെ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്മരിയുടെ കുട്ടന്മാരാണ്. പിന്നെ ആദ്യത്തെ ദിവസം ഇവന്മാരൊക്കെ ഇട്ട് തന്ന പണി പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കത്തില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരുത്തൻ ഭയന്ന് പേടിച്ച് ഓടിപ്പോയി. ഇവൻ ഒരു രാത്രി എവിടെയോ മാഞ്ഞു പോയി. കാടല്ലേ, 4 വശം കാട്, ഹൈവേ, റോഡിൽ കൂടാണ് വണ്ടി പാഞ്ഞു നടക്കുന്ന സ്ഥലവും. പക്ഷേ ഇവൻ പോയിട്ട് ഇവിടെ നിന്ന് പാഞ്ഞു പോയി. പിന്നെ പുറകെ പിടിക്കാൻ പറ്റില്ല. കാര്യം ഒരു ജീവികൾക്ക് ഈ ചെമ്മരിയാടിൻ്റെ മുട്ടനെ പിടിക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ്റെ പാച്ചിൽ മാനിനെക്കാട്ടി സ്പീഡാണ്. ഇവിടുന്ന് പാഞ്ഞു പോയി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, രക്ഷയില്ല. അവനങ്ങ് പോയി. ഞാൻ പറഞ്ഞു പോകുന്ന പുല്ല് പോട്ടെന്ന് കണ്ടല്ലോ, എന്ത് ചെയ്യാന്. പക്ഷേ നമ്മുടെ ഇവിടുന്ന് അടുത്ത് തന്നെ, ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പം വണ്ടിയുടെ മുമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭ്യാസം കളിച്ചിട്ട് അവർ നാട്ടുകാരെല്ലാം കൂടെ കൂടി പിടിച്ച് അവിടെ ഒരു വീട്ടിലേൽപ്പിച്ച് എന്നെ അറിയിച്ചു. ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വന്ന്, പ്രശ്നമില്ല. പക്ഷേ ഇവന്മാര് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനുമായിട്ട് ഒരു ലോഹ്യവും ഇല്ല, എന്നോട് മിണ്ടത്തില്ല. എന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഭയന്ന് നെട്ടോട്ട് ഓടുകയാണ്. വലിയ കൂടിലാണ് ഇട്ടേക്കുന്നത്. വലിയ കൂടെന്ന് പറഞ്ഞാൽ അവർ 5 പേര് മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് കൊണ്ടുവരുന്ന ആടുകളെ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അവരെ ഒരു 10 ദിവസം നമ്മൾ നിരീക്ഷിച്ച് അസുഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് കൂട്ടത്തിലോട്ട് വിടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇതെൻ്റെ വീടിൻ്റെ മുകളിലുള്ള സ്ഥലമാണ്, എൻ്റെ പഴയ ഗോഡൗണാണ്. അതിനകത്താണ് കയറ്റിയിടുന്നത്. അതും കൂടാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം പിന്നെ ആദ്യം അങ്ങനെ ആയിരുന്നെങ്കിലും ഇന്നലെ മെനിഞ്ഞാന്നായപ്പോൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് അടുത്ത് തുടങ്ങി. ഇന്നലെ ആയ ഉടനെ ഞാൻ എല്ലാവരെയും ഒന്ന് തടയുകയൊക്കെ വിട്ട് ഇന്ന് രാവിലെ കയറുമ്പോൾ അറിയാം. കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് എന്നെ തിരിച്ചറിയാം. അപ്പം മൃഗങ്ങളെ ഇങ്ങനെ പരിപാലിക്കണമെന്നൊക്കെ നമ്മളിത് നടത്തുന്ന ആൾക്കാർ, പശു വളർത്തുന്നവർ, ആടിനെ വളർത്തുന്നവർ ഒക്കെ തിരിച്ചറിയണം. അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവർ നമുക്കിട്ട് നല്ല ഏറ്റ പണി തരും. പക്ഷെ ഒരു കാര്യമാണ്, എവിടെയാണ് അവരുടെ വാസസ്ഥലം അവിടെ തിരിച്ചെത്തിയിരിക്കും. 100% എത്തിയിരിക്കും. വല്ല ആപത്തും ഉണ്ടായില്ലെങ്കിൽ തിരിച്ചെത്തിയിരിക്കും. പക്ഷെ ഈ സ്ത്രീകൾക്കൊന്നും അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പം ശരി, ലാൽ സലാം.